നമസ്കാരം ശ്രീവാസൻ. ലഹരി ഒരു വശത്ത് നിന്ന് കേരളത്തെ കാർന്നു തിന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ക്യാമ്പസുകൾ വിട്ട് കുടുംബങ്ങളിലേക്കും ഈ ലഹരി ഉപയോഗം വ്യാപിച്ച് അത് കൊലകളിലേക്കും വരെ എത്തുന്ന ഒരു സാഹചര്യം. ദിവസവും ഇപ്പോൾ നമ്മൾ ഈ ടോപ്പിക്കിന് വേണ്ടി പോലും ചർച്ച നടത്താൻ വേണ്ടി പോലും ഒരു വിഷയം തിരഞ്ഞാൽ ഈ കൊലപാതകത്തിന്റെ ലഹരി ഉപയോഗം മൂലം ഉണ്ടാകുന്ന ആക്രമണങ്ങളുടെ വാർത്തയിൽ അതൊന്നും കാണാനില്ലാത്ത സ്ഥിതിയാണ്. കേരളം ഇത് എങ്ങോട്ടാണ് പോകുന്നത്? ലക്ഷ്മി, നോക്കൂ, നമ്മളെ സംബന്ധിച്ച് ഒരു ലഹരി ഒരു പേമാരിയായി പെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലാവസ്ഥയിലാണ് ഞാനും അങ്ങുള്ളത്. ഞാനും അങ്ങും അടങ്ങുന്ന നമ്മുടെ സംസ്ഥാനത്തെ യുവതയുടെ തലയ്ക്ക് മുകളിൽ ഒരു പെരുമ്പാമ്പായി, അതൊരിങ്ങനെ പണം വിരിച്ചു നിൽക്കുന്ന പെരുമ്പാമ്പായി, കൊത്തി നാശത്തിലേക്ക് വലിച്ചിടാൻ പറ്റുന്ന പെരുമ്പാമ്പായി ലഹരി മാറിയിരിക്കുകയാണ്. പക്ഷെ അതിനെ തടഞ്ഞു നിർത്താൻ ഉത്തരവാദിത്തപ്പെട്ടവർ ഒന്നും സംസാരിക്കാനില്ല എന്ന് മാത്രമല്ല, കഴിഞ്ഞ ദിവസം എക്സൈസ് മന്ത്രി MP രാജേഷ് നിയമസഭയിൽ പറയുന്നത് ഈ വാട്സപ്പ് സഖാക്കൾ ക്യാപ്സ്യൂൾ പറയുന്നത് പോലെയാണ് പറയുന്നത്. ഇതാ തെലങ്കാനയിലേക്ക് നോക്കൂ, അവിടത്തെക്കാൾ 2 കേസുകൾ ഇവിടെ കുറവാണ്. തമിഴ്നാട്ടിലേക്ക് നോക്കൂ, 1.5 കേസുകൾ ഇവിടെ കുറവല്ലേ എന്ന് ക്യാപ്സ്യൂൾ വിഴുങ്ങുകയും അത് അതേപടി നിയമസഭയിൽ ഛർദ്ദിക്കുകയും ചെയ്യുന്ന രീതിയിലാണ് എക്സൈസ് മന്ത്രി വരെ നിൽക്കുന്നത്. അതായത് അടുത്ത സംസ്ഥാനത്തെക്കാൾ കുറവാണല്ലോ ഇവിടെ എന്ന് പറയുമ്പോൾ ഇവിടെ ഉണ്ടാവുന്നത് കുറവായതുകൊണ്ട് കുഴപ്പമില്ല എന്നുള്ള അവസ്ഥയിലേക്ക് പോകുന്നു. ഈ ലഹരിയുടെ ആധിക്യത്തിൽ അമ്മയുടെ കഴുത്തേതാ, ഉമ്മയുടെ അടിവേർ ഏതാണെന്നൊന്നും നമ്മുടെ കുട്ടികൾക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നില്ല. അമ്മ ഏതാ, അപ്പനേതാ, സഹോദരൻ ഏതാ എന്ന് തിരിച്ചറിയാൻ സാധിക്കാത്ത ഒരു അവസ്ഥ ലഹരി കൊണ്ടുവന്ന് വെക്കുന്നത്. NCRBയുടെ കൃത്യമായ കണക്കുണ്ട്. ഇന്ന് വർഷം തുടങ്ങി ഇത് 3ാമത്തെ മാസത്തിന്റെ പാതി മാത്രമാണ് എത്തിയിരിക്കുന്നത്. ഈ പാതിക്കുള്ളിൽ 68 കേസുകൾ, ആക്രമണ കേസുകൾ സംസ്ഥാനത്ത് രജിസ്റ്റർ ചെയ്തതിൽ ഏതാണ്ട് 48 കേസുകളോളം ലഹരിയുടെ ആധിക്യത്തിലാണ് എന്നാണ് NCRB പറയുന്നത്. അതായത് 65% കേസുകൾ ഈ വർഷം 2.5 മാസത്തിനുള്ളിൽ രജിസ്റ്റർ ചെയ്തതിൽ 65% കേസുകൾ ലഹരി വ്യാപനത്തിന്റെ ഭാഗമായാണ്. ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ ലഹരി വേട്ട നടന്നത് നമ്മുടെ കൊച്ചി തുറമുഖത്താണ്. എന്നിട്ട് മന്ത്രി പറയാണ് ഇവിടെ പിടിക്കുന്നത് 1/2 കിലോ കഞ്ചാവാണ്, 1.5 കിലോ കൊക്കൈനാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇവരെ സംബന്ധിച്ച് ഒരുപക്ഷെ ഇത് വലിയ കാര്യമായിരിക്കില്ല. ചിലപ്പോൾ DYFIക്കും CPM-നും ഒന്നും ഈ 1.5 കിലോ കഞ്ചാവ് എന്ന് പറയുന്നത് വലിയ പ്രശ്നമായിരിക്കില്ല. 1/2 കിലോ കൊക്കൈൻ എന്ന് പറയുന്ന കാര്യമല്ല. കാര്യം എന്താ വെച്ചാൽ ആലപ്പുഴയിൽ നമ്മൾ കണ്ടാണല്ലോ, വലിയ ലോറിയുമായി വരുന്നത് CPM-ന്റെ ഏരിയ സെക്രട്ടറിയാണ് ഈ കഞ്ചാവുമായി വരുന്നത്. കഴിഞ്ഞ ദിവസം എറണാകുളത്ത് അറസ്റ്റിലായ 6 പേരിൽ 5 പേരും SFIക്കാരാണ്. ബഹുകേവം തിരുവനന്തപുരത്ത് SFI ഒരു പരിപാടി സംഘടിപ്പിച്ചു, ലഹരി വിരുദ്ധ ക്യാമ്പയിൻ. 6 മാസം മുമ്പാണ് കേട്ടോ. അപ്പൊ ഈ ലഹരി വിരുദ്ധ ക്യാമ്പയിന് സംസാരിക്കാൻ വന്നത് SFIയുടെ ജില്ലാ സെക്രട്ടറി ആയിരുന്നു. അദ്ദേഹത്തിന്റെ പേര് ഞാൻ ഓർക്കുന്നില്ല. അപ്പോൾ ഇദ്ദേഹം വന്നു, വളരെ ഘോരമായി പ്രസംഗിച്ചു. സഹാക്കളെല്ലാം രോമം എഴുന്നേറ്റ് നിൽക്കുന്ന രീതിയിൽ അവർ ഊർജിതരായി. അവർ വളരെ നാളെ മുതൽ ലഹരി ഉപയോഗിക്കുന്നില്ല എന്ന് താഴെ തട്ടിലുള്ള ബ്രാഞ്ച് തലത്തിലുള്ള സഹാക്കൾ അങ്ങ് തീരുമാനിച്ചു. പക്ഷെ പിറ്റേ ദിവസം രാവിലെ ദേശാഭിമാനി ഒഴികെ ബാക്കി ഒരു പത്രം തുറന്നു നോക്കിയപ്പോൾ, ദേശാഭിമാനി വന്നില്ല, മനോരമയും മാതൃഭൂമിയും ദീപികയൊക്കെ തുറന്നു നോക്കിയവർ കണ്ടത് ഈ ലഹരി പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ വന്ന ആ SFIയുടെ ജില്ലാ സെക്രട്ടറി തെരുവിൽ അർദ്ധനഗ്നനായ ഫക്കീർ എന്നൊക്കെ നമ്മൾ കേൾക്കുന്ന പോലെ അർദ്ധനഗ്നനായി അടിവസ്ത്രം മാത്രം ഇട്ട് വെള്ളമടിച്ച് തെരുവിൽ ഡാൻസ് കളിച്ചതിന് പോലീസ് അറസ്റ്റ് ചെയ്തു എന്നുള്ളതാണ്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കൂ, പത്തനംതിട്ടയിൽ, എന്റെ നാട് കോട്ടയമാണ്, കോട്ടയത്തിന്റെ തൊട്ടപ്പുറത്താണ് പത്തനംതിട്ട. പത്തനംതിട്ടയിൽ കാപ്പ കേസ് പ്രതിയെ മന്ത്രി മാലയിട്ട് സ്വീകരിക്കുന്നു. കാപ്പ കേസ് പ്രതിയെ സ്വീകരിച്ചു, മെമ്പർഷിപ്പ് കൊടുത്തു. മന്ത്രി വീണ ജോർജിന്റെ കൈ ഉയർത്തിപ്പിടിച്ച് ഇൻകുലാബ് സിന്ദാബാദ് വിളിച്ച് ഇവർ പിരിഞ്ഞു. 2ാമത്തെ ദിവസം അതേ പ്രതിയെ 3.5 കിലോ കഞ്ചാവുമായി അടൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. നോക്കൂ, ആരാണ് ഇവർക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നത്? ഒരു പൊളിറ്റിക്കൽ പാട്രണൈസ് കിട്ടുന്നത്. CPM സംസ്ഥാന സെക്രട്ടറി പറഞ്ഞല്ലോ, ഇനിയും മദ്യം കഴിക്കുന്നവരോ പുകവലിക്കുന്നവരോ പാർട്ടിയിൽ ഉണ്ടാകില്ല, ഞാനത് ചെയ്തിട്ടില്ല. ഓക്കെ, അദ്ദേഹം വ്യക്തിപരമായത് പറയുന്നു. പക്ഷെ അങ്ങനെയാണെങ്കിൽ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാൻ തുടങ്ങിയാൽ ഒടുവിൽ ആ പാർട്ടി തന്നെ ഇല്ലാതാകുന്ന ഒരു അവസ്ഥയായിരിക്കുമല്ലോ, അല്ലെ? കോടിയേരി ബാലകൃഷ്ണന്റെ മോനെ ആദ്യം പുറത്താക്കണ്ടേ? നമുക്കറിയാമല്ലോ, കേരളത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട, കേരളത്തിന് വെളിയിൽ പോയി നമ്മുടെ നാടിന്റെ പേര് കളഞ്ഞ ലഹരി കേസിൽ പ്രതി ചേർക്കപ്പെട്ട ആള് കോടിയേരി ബാലകൃഷ്ണന്റെ മകനാണ്. കോടിയേരി ബാലകൃഷ്ണന്റെ മകനെ പുറത്താക്കി വേണമല്ലോ ഇവർ ഈ ശുദ്ധീകരണം തുടങ്ങാൻ. 2, അദ്ദേഹം പറഞ്ഞത് കള്ളിന്റെ കാര്യമാണ് കേട്ടോ ലക്ഷ്മി. MDMAയുടെയും കഞ്ചാവിന്റെയും ഈ പറയുന്ന രാസലഹരിയുടെയും കാര്യമൊന്നും പാർട്ടി സെക്രട്ടറി പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ആ പാർട്ടി സെക്രട്ടറിയുടെ ഹത്തുവ അത് എത്രത്തോളം വില പോകുമെന്നുള്ളത് കണ്ടറിയണം. ഇനി അവരതിന് തയ്യാറായാൽ നല്ലതാണ്. ലക്ഷ്മി നോക്കൂ, ഞങ്ങൾ ഒരിക്കലും KSUക്കാരോ യൂത്ത് കോൺഗ്രസ്സുകാരോ ലഹരി കേസുകളിൽ പ്രതി ആവില്ല എന്ന് പറയില്ല. അത് പറയാൻ നമുക്ക് പറ്റില്ല. കാര്യം എന്താ വെച്ചാൽ അത്രമാത്രം വ്യാപനം ഉണ്ടായിരിക്കുന്നു. ചിലപ്പോൾ KSUവിന്റെ ഒരു ബൂത്ത് മെമ്പറോ യൂത്ത് കോൺഗ്രസിന്റെ ഉണ്ടാവും. പക്ഷെ ഞങ്ങൾ ആരും അവർക്ക് സഹായം നൽകാനോ. കഴിഞ്ഞ ദിവസം എന്റെ കൂടി ചർച്ചയിൽ പങ്കെടുത്ത SFIയുടെ സംസ്ഥാന സെക്രട്ടറി സഞ്ജീവ്, അദ്ദേഹം പറയാണ് ഇതിന്റെ ജാഗ്രത കുറഞ്ഞു പോയതാണ്. കഞ്ചാവ് കേസിൽ പ്രതി ചേർക്കപ്പെട്ട SFIക്കാരന് ജാഗ്രത കുറഞ്ഞുപോയി എന്ന് പറയാൻ, അങ്ങനെ ഇതിനെ ഒരു ചെറുതായി കാണിച്ചുകൊണ്ട് അവരെ സംരക്ഷിക്കാൻ ഇറങ്ങിപ്പുറപ്പെടുന്ന നിലപാട് ഞങ്ങൾക്കില്ല. കേരളത്തിൽ CPM അല്ലാതെ മറ്റൊരു പാർട്ടിയും അത് ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു കാര്യം കൂടി, നമ്മൾ ലക്ഷ്മി ഞാനൊക്കെ 27-ാം തീയതി എമ്പുരാൻ കാണാൻ പോവുകയാണല്ലോ.
അപ്പൊ എമ്പുരാന്റെ പ്രീക്വൽ ലൂസിഫറിൽ 2 ഡയലോഗ് ഉണ്ട്. ഒന്ന്, നാർക്കോട്ടിക്സ് ഈസ് എ ഡേറ്റി ബിസിനസ്. ആ പരിപാടി പിണറായി വിജയനോട് പറഞ്ഞാൽ ഈ പണി തീരും. അദ്ദേഹം ഇത് മനസ്സിലാക്കിയാൽ മതി, നാർക്കോട്ടിക്സ് ഒരു ഡേറ്റി ബിസിനസ് ആണെന്ന്. രണ്ടാമത് അതേ സിനിമയിൽ തന്നെ മോഹൻലാൽ പറയുന്നുണ്ട്, എന്താണ് ഈ IDF എന്നാണെന്ന് തോന്നുന്നു ആ പാർട്ടിയുടെ പേര്, നാർക്കോട്ടിക് ഫണ്ട് എടുത്താൽ നാട് മുടിയുമെന്ന്. അപ്പൊ നമ്മൾ തിരിച്ച് ചിന്തിക്കേണ്ട അവസ്ഥയിൽ എത്തിയിരിക്കുകയാണ്. LDF നാർക്കോട്ടിക് ഫണ്ട് എടുത്തിട്ടുണ്ടോ? നാർക്കോട്ടിക് ഫണ്ട് എടുത്തത് കൊണ്ടാണോ ഇത്രമാത്രം ലഹരി വ്യാപനം ഈ സംസ്ഥാനത്ത് ഉണ്ടായത്? അങ്ങേക്കറിയാമല്ലോ, UDF സർക്കാരുകളാണ് ഒന്ന് ഞങ്ങളുടെ സർക്കാർ താഴെ പോകുമെന്നും ഇനി സർക്കാരിന് തിരിച്ചു വരാൻ പറ്റില്ലെന്നും അറിഞ്ഞിട്ട് പോലും AK ആന്റണി അന്ന് ചാരായം നിരോധിക്കാനുള്ള തീരുമാനമെടുക്കുന്നത്. അതൊരു ആർജവ തീരുമാനമായിരുന്നു. രണ്ടാമത് ഉമ്മൻചാണ്ടി ഗവൺമെന്റിന്റെ അവസാന ഘട്ടത്തിലാണ് 2015 അവസാനത്തോടു കൂടി ഈ പറയുന്ന പാൻപരാഗ് പോലെയുള്ളവ ഈ സംസ്ഥാനത്ത് നിരോധിക്കുന്നത്. അതേ ഉമ്മൻചാണ്ടി ഗവൺമെന്റ് ആണ് 486 ബാർ ഉണ്ടായിരുന്നത് 26 ബാറിലേക്ക് കുറയ്ക്കുന്നത്. ഇന്ന് 812 ബാറുണ്ട് ലക്ഷ്മി ഈ സംസ്ഥാനത്ത്. അപ്പൊ ബാറിലെ മാത്രം പോരാ, ചില സഖാക്കന്മാർ, ചില തലയ്ക്ക് മൂത്ത ഈ AK ബാലനെ പോലെയുള്ള ക്രിസ്റ്റൽ ക്ലിയർ സഖാക്കൾ നാളെ പറയും ഇവിടെ കഞ്ചാവ് ഷോപ്പ് തുടങ്ങണം, പബ്ബുകൾ തുടങ്ങണം. അങ്ങനെ നമ്മുടെ സംസ്കാരത്തെ മുഴുവൻ തച്ചു തകർത്ത് വെസ്റ്റേൺ സംസ്കാരങ്ങൾ, ഏത് വെസ്റ്റേൺ സംസ്കാരമാണെന്നറിയോ, അവർ തന്നെ എടുത്ത് പള്ളയിൽ കളഞ്ഞ, മടുത്തു ഇത് ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞ് അവർ തന്നെ ഉപേക്ഷിച്ച് വേസ്റ്റ് ബിന്നിലിട്ട് അവർ തന്നെ ഫ്ലഷ് അടിച്ച് കളഞ്ഞിരിക്കുന്ന വെസ്റ്റേൺ സംസ്കാരങ്ങൾ ഇവിടേക്ക് കൊണ്ടുവരാനുള്ള ശ്രമം CPM ഏറ്റവും കുറഞ്ഞത് കേരളത്തിലെങ്കിലും നടത്തുന്നുണ്ട്. അത് തെറ്റായ മാർഗമാണ്. രണ്ടാമത്, ഈ പൊളിറ്റിക്കൽ പാട്രണേജ് ഉപേക്ഷിക്കാൻ ഇവർ തയ്യാറായാൽ മതി. ആഭ്യന്തര വകുപ്പ് തീരുമാനിച്ചാൽ എനിക്ക് ഉറപ്പുണ്ട് കേരളത്തിൽ നല്ലൊരു SP റാങ്കിലുള്ള 2 ഉദ്യോഗസ്ഥരെ സദേൺ റേഞ്ചും നോർത്തേൺ റേഞ്ചുമായി തിരിച്ചുകൊണ്ട് ഒരു സ്പെഷ്യൽ ഫോഴ്സിനെ ഇടാൻ സർക്കാർ തീരുമാനിച്ചാൽ, ഞങ്ങളത് നിയമസഭയിൽ ആവശ്യപ്പെട്ടു, 2 തവണ ആവശ്യപ്പെട്ടു. 2022 ശ്രീ റോജി M. ജോണും 2025 കഴിഞ്ഞ ദിവസം ശ്രീ രാഹുൽ മാങ്കൂട്ടും അടക്കം ഇത് ആവശ്യപ്പെട്ടു നിയമസഭയിൽ. പക്ഷേ എന്നിട്ടും സർക്കാർ അതിന് തയ്യാറാവുന്നില്ല. ലക്ഷ്മിക്ക് അറിയാം, എനിക്കറിയാം, നമ്മളെ പോലെ അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും അറിയാം ലഹരി ഒരു വലിയ വിഷയമാണ് എന്ന്. എന്നിട്ടും സർക്കാർ അതിലൊരു ആക്ഷൻ എടുക്കാൻ തയ്യാറാവാത്തത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതിന്റെ ഫണ്ടിങ് ആണോ ഇവരെ നയിക്കുന്നത്? ഇത് ഇച്ചിരി കടന്ന വാക്കാണ്, കടന്ന ആരോപണമാണെന്ന് എനിക്കറിയാം. പക്ഷെ വിത്ത് ഓൾ പൊളിറ്റിക്കൽ റെസ്പോൺസിബിലിറ്റി ഞാനത് പറയുകയാണ്. നമ്മളൊരു സാധാരണക്കാരൻ എന്നുള്ള നിലയിൽ നമുക്ക് തോന്നുന്നത് സ്വാഭാവികമായി ആ ഫണ്ട് എടുത്തത് കൊണ്ടാണോ? സർക്കാരിന് എന്താണ് മടി? ഒരു SBI റാങ്കിലുള്ള ഉദ്യോഗസ്ഥനെ പ്രഖ്യാപിച്ചു എന്ന് പറഞ്ഞ് എന്താണ് മടി? ഏറിപ്പോയാൽ ഒരു പുതിയ ഓഫീസ് കെട്ടിടം കൊടുക്കേണ്ടതായി വരും, കുറച്ച് പെട്രോൾ അലവൻസ് കൂടുതലായി കൊടുക്കേണ്ടതായി വരും. അതിനപ്പുറത്ത് ഒരു എക്സ്പെൻസും സർക്കാരിനെ സംബന്ധിച്ചില്ല. എന്നിട്ടും സർക്കാർ എന്തുകൊണ്ടാണ് മടിക്കുന്നത് എന്ന് ചോദിച്ചാൽ, ഒന്നെങ്കിൽ സംസ്ഥാന സർക്കാരിന്റെ പാർട്ടി CPM ആണ് ഇതിന്റെ മൊത്ത കച്ചവടക്കാർ. അവരാണ് കേരളത്തിലെ വിതരണം, ഇപ്പം എമ്പുരാന്റെ കഥ തന്നെ പറയാം, കേരളത്തിലെ അതിന്റെ വിതരണം ഗോകുലം ഗോപാലൻ ഏറ്റെടുത്തു എന്നൊക്കെ പറയുന്നത് പോലെ ലഹരിയുടെ കേരളത്തിലെ മൊത്തം വിതരണം CPM-ഉം, കർണാടകയിൽ ഹോംബാല ഏറ്റെടുത്തു എന്ന് പറയുന്നത് പോലെ കഞ്ചാവിന്റെ MDMA-യുടെയും ക്യാമ്പസുകളിലെ വിതരണം SFI-യും ഏറ്റെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഒറ്റ കാര്യം കൂടി, സിനിമയുടെ കാര്യം പറഞ്ഞിട്ടാണ് ഓർത്തത്. ഇന്ന് സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ പറഞ്ഞത് സിനിമയിലെ ലഹരി ഉപയോഗം തടയാൻ കേന്ദ്ര ഫിലിം സെൻസർ ബോർഡിനെ കഴിയും. ലഹരി ഉപയോഗം കാണിക്കുന്നത് തടയാൻ കേന്ദ്ര ഫിലിം സെൻസർ ബോർഡിനെ കഴിയും. അത് കേന്ദ്രത്തിന്റെ തലയിൽ കൊണ്ട് കെട്ടിവെക്കാൻ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ശ്രമം എന്നാണ് അതിന് തോന്നുന്നത്. അത് ആവശ്യപ്പെടുമെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഇതെല്ലാം സിനിമകളാണ് ഇതിന്റെ എല്ലാം കാരണം എന്ന് പറഞ്ഞ് കൈ കഴുകാനും സർക്കാരിന് സാധിക്കുമോ എന്നുള്ളതാണ്. ഒരിക്കലും പറ്റില്ല. കാര്യം സിനിമകളാണ് എന്ത് വർദ്ധിപ്പിക്കുന്നത്, ആക്രമണങ്ങൾ വർദ്ധിപ്പിക്കുന്നതെന്ന് ഇവർ പറയുന്നുണ്ട്. കേരളത്തിൽ താലിബാനെ പോലും ഏതാണ് നാണിപ്പിക്കുന്ന രീതിയിലാണ് TP ചന്ദ്രശേഖരന്റെ മുഖത്ത് 51 വെട്ടുന്നത്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, കണ്ണൂരിലെ കരുണ മെഡിക്കൽ കോളേജിൽ 5 മണിക്കൂറാണ് ഡോക്ടർമാർ ഓപ്പറേഷനിൽ വിധേയരായത്. 6 പ്രധാനപ്പെട്ട ഡോക്ടർമാർ. എന്തിനാ ലക്ഷ്മി? എന്റെയോ ലക്ഷ്മിയുടെ ജീവൻ തിരിച്ചു പിടിക്കാനല്ല, TP ചന്ദ്രശേഖരന്റെ ജീവൻ തിരിച്ചു പിടിക്കാൻ വേണ്ടിയല്ല ഈ 5 മണിക്കൂറത്തെ ഓപ്പറേഷൻ. മറിച്ച് ഈ KK രമ എന്ന് പറയുന്ന അവരുടെ ഭാര്യയുടെ അടുത്തേക്ക് ശവശരീരം കൊണ്ടുപോയി വെക്കുമ്പോൾ അവസാനമായി ഒന്ന് ചുംബിക്കണമല്ലോ അവർക്ക്. സ്വാഭാവികമായി പ്രണയിച്ചിറങ്ങി വന്നതാണ്. SFI DYFI കാലത്തെ പ്രണയമാണ്, നാടുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രണയമാണ്. അപ്പൊ അവർക്ക് അവസാനമായ ഒരു അന്ത്യചുംബനം കൊടുക്കണം. അങ്ങനെ കൊടുക്കണമെങ്കിൽ മുഖം ഉണ്ടാവണമല്ലോ, ചേർത്ത് ചുംബിക്കാൻ അവിടെ ഇച്ചിരി ദശയുണ്ടാവണ്ടേ. അത് കൈയുടെ അടിയിൽ നിന്നും, ഈ കഷത്തിന്റെ ഭാഗത്തു നിന്നും, കാലിന്റെ തുടയുടെ അടിയിൽ നിന്നുമൊക്കെ ഈ പറയുന്ന സ്കിൻ മുറിച്ചെടുത്ത് മുഖത്ത് വെച്ചു പിടിപ്പിക്കുകയാണ്. 5 മണിക്കൂർ ഒരു മനുഷ്യന്റെ മുഖം അങ്ങനെ ആക്കി തീർക്കാൻ വേണ്ടി അത്രമാത്രം വികൃതമാക്കിയവരാണ് CPM. അപ്പൊ CPM ഈ പണി നിർത്തിയാൽ മതി. അപ്പൊ CPM-ൽ നിന്ന് മോട്ടിവേറ്റഡ് ആയിട്ടാണ് ഈ പറയുന്ന അക്രമകാരികൾ ഇറങ്ങി പുറപ്പെടുന്നതെന്ന് പറഞ്ഞാൽ അവർക്ക് അതിനെ അംഗീകരിക്കാതിരിക്കാൻ പറ്റും. ഞങ്ങൾ ഷുഹൈബ് 35 വെട്ടാണ് ഷുഹൈബിനെ വെട്ടിക്കൂട്ടിയത്. കൃപേഷ്, ശരത്ലാല്, അങ്ങനെ എത്രയോ രക്തസാക്ഷികൾ. അത് എല്ലാ പാർട്ടികൾക്കും ഉണ്ട്. ഏത് CPM-ന്റെ കൊലക്കത്തിക്കിരയായ ഒരുപാട് പാർട്ടികളുണ്ട്, കോൺഗ്രസ് മാത്രമല്ല. അപ്പോ നോക്കിയാൽ മതി, തിരിച്ച് CPM-ന് രക്തസാക്ഷികളുണ്ട്. ഞാൻ അതിനെ ബാലൻസ് ചെയ്ത് അതിന് സ്കോർ ബോർഡ് കാണാൻ താല്പര്യപ്പെടുന്ന ഒരാളല്ല. പക്ഷേ CPM കൊല്ലുന്ന രീതിയിൽ, ഒരു താലിബാനിസം നടപ്പിലാക്കുന്ന രീതിയിൽ CPM-ന്റെ കൊലകൾ അത് പ്ലാൻഡ് ആണ്.
അങ്ങനെ നടത്തുന്ന കൊലകൾ നമ്മുടെ സമൂഹത്തിന് എന്ത് നിർദ്ദേശമാണ് കൊടുക്കുന്നത്? രണ്ട്, ഈ ആക്രമണങ്ങൾ ഒഴിവാക്കുക, ലഹരി ഉപയോഗം ഒഴിവാക്കുക സിനിമയിൽ എന്ന് പറയുമ്പോൾ അത് ക്യാരക്ടർ ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും വിത്ത് ഈ പറയുന്ന എന്താണ് ഡിസ്ക്ലൈമർ അത് കാണിക്കാമെന്ന് സുപ്രീം കോടതി വിവിധ തവണ റൂളിങ്ങുകൾ ഇറക്കിയിട്ടുള്ളതാണ്. 18+ ഡിസ്ക്ലൈമർ വേണം, അല്ലെങ്കിൽ ലഹരി ഉപയോഗിക്കുന്നെങ്കിൽ അതിന് താഴെ വേണം. അപ്പോൾ അതിൽ വലിയ രീതിയിലേക്ക് ഒരു നിയന്ത്രണം കൊണ്ടുവരാൻ സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷേ അങ്ങനെ സിനിമകളിൽ കാണിക്കുമ്പോഴും ഇതൊന്നുമല്ല യാഥാർത്ഥ്യം, ഇതെല്ലാം തെറ്റാണ് എന്ന് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു ഉത്തരവാദിത്വം ഇവിടുത്തെ സർക്കാരിനില്ലേ? സർക്കാർ എന്താണ് ചെയ്യുന്നത്? കഴിഞ്ഞ ബഡ്ജറ്റിൽ 45 കോടി വിമുക്തിക്ക്, കഴിഞ്ഞതിന്റെ മുമ്പത്തെ ബഡ്ജറ്റിൽ 112 കോടി വിമുക്തിക്ക്. എന്താ ചെയ്തതെന്ന് അറിയാമോ ലക്ഷ്മി? ഈ 112 കോടിയിൽ കഴിഞ്ഞ ദിവസം വിവരാവകാശ നിയമത്തിന്റെ റിപ്പോർട്ട് വെളിയിൽ വന്നിട്ടുണ്ട്. വിമുക്തി പദ്ധതിയിൽ 112 കോടിയിൽ 110 കോടി രൂപ, അതായത് 1.5 കോടിയെ മിച്ചുള്ളൂ, 10 കോടി രൂപ പരസ്യത്തിലാണ് ഉപയോഗിച്ചത്. ഏത്? കൈരളിക്ക്, ദേശാഭിമാനിക്ക്, മറ്റു പത്രങ്ങൾക്ക് ഒക്കെ പരസ്യം കൊടുക്കാൻ വേണ്ടി. ഈ പരസ്യം കണ്ടിട്ട് കള്ളുകൂടി നിർത്തി ഒരാളെ കാണിക്കാൻ പറ്റും? വിമുക്തി പദ്ധതി മൂലം കള്ളുകൂടി നിർത്തിയ ഒരാള്, സിഗരറ്റ് വളി നിർത്തിയ ഒരാള്. പക്ഷേ ഈ 112 കോടി രൂപ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു എൻഫോഴ്സ്മെന്റിന് ഉപയോഗിക്കുകയാണെങ്കിൽ, പോലീസ് ആക്ഷൻ ഉപയോഗിക്കുകയാണെങ്കിൽ എത്രയോ വ്യത്യാസം ഉണ്ടാവും. അത് ചെയ്യാൻ സർക്കാർ തയ്യാറാവുന്നില്ല എന്നുള്ളിടത്താണ് പ്രശ്നം. സർക്കാർ ചുമ്മാ എന്താണ് ഈ മേമ്പൊടി ഇട്ട് പോവുകയാണ്, എന്തൊക്കെയോ ചെയ്തു എന്ന് കാണിക്കാൻ വേണ്ടിയുള്ള വ്യഗ്രതയിലാണ് അവർ. അത് ജനം മനസ്സിലാക്കുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്.